بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد لا يدخل الجنة قاطئون لا يدخل الجنة قاطئون എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉൻ, ബന്ധങ്ങൾ മുറിക്കുന്നവർക്ക് സ്വർഗം ഉണ്ടാവില്ല അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇസ്ലാം ഈ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? ആർക്കോ പറയാൻ പറ്റുമോ? ഇന്നത്തെ ക്ലാസ് കുടുംബജീവിതമാണ്, ഫാമിലി. ബന്ധങ്ങൾക്ക് ഇത്രയും ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉൻ, ബന്ധം മുറിക്കുന്ന ആൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റൂല എന്ന് പൊന്നുമുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാവും മുത്തുനബി തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെ ഇസ്ലാം ഇത്രത്തോളം കുടുംബങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ഓരോരുത്തരും പറയാം. നിങ്ങളൊരു ഐഡിയ അനുസരിച്ച് പറയാം. നിങ്ങൾ മനസ്സിലാക്കിയത് പറഞ്ഞാൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ? പറഞ്ഞോളൂ. നമ്മളെ എന്താണ് ഇസ്ലാം കുടുംബ ബന്ധത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ മാനസികവും ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വളർച്ചക്ക് കുടുംബം അത്യാവശ്യമാണ്. ഇനിയിപ്പോ നമ്മള് ഇന്ത്യൻ ജീവിത സാഹചര്യത്തില് നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സാമൂഹിക ക്രമമാണല്ലോ കാണുന്നത്. പക്ഷേ ഇപ്പൊ അമേരിക്കയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ലിവിങ് ടുഗദർ അങ്ങനെയുള്ള ഐഡിയോളജീസിന്റെ പ്രചരണം കാരണം തന്നെ ഒരുപാട് കുടുംബങ്ങൾ ശിഥിലീകരിക്കപ്പെട്ട് കിടക്കാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മക്കള് അനാഥരായിട്ടുള്ളതാണ്. അപ്പോ ഞാൻ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു, ഈ യൂറോപ്യൻ കൺട്രീസിൽ അതേപോലെ അമേരിക്ക അങ്ങനെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ സൈക്കോളജിക്ക് ഭയങ്കര ഡിമാൻഡാണ്. കാരണം അവിടെയുള്ള ആളുകൾക്കൊന്നും കുടുംബം ഇല്ലാത്തത് കൊണ്ട് തന്നെ മെന്റലി അവർ ഫുൾ സ്ട്രെസ്ഡ് ആണ് എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ആത്മഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാണ്. സ്വന്തം ജീവിതത്തിൻ്റെ ഇപ്പോൾ അൻഷിത വെരി ഗുഡ് പെർഫോമൻസ്. സ്വന്തം ജീവിതത്തിന് ഒരു മൂല്യം, അല്ലെങ്കിൽ എനിക്ക് കുറേ ആളുകളുണ്ട് കൂടെ നിൽക്കാൻ എന്ന തോന്നലുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമുണ്ട്. ഇവിടെ നമ്മൾക്ക് നമ്മളെ കൈൻ്റെ ചിഹ്നം വിരലല്ലേ, ചിഹ്നം വിരൽ, ആ ചിഹ്നം വിരലിന് ഒരു മുറി പറ്റിയാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള സുഗമമായ പ്രവർത്തനമൊക്കെ തടസ്സമാവും. അപ്പോൾ നമ്മളെ കാലിനൊരു മുറി പറ്റിയാൽ നമ്മളെ കായ കൊളുത്താന്ന് പറയും. കായ കൊളുത്താന്നാൽ നമ്മളെ തൊടൻ്റെ ആ ഭാഗത്ത് നമുക്കൊരു മുഴ വരും അല്ലേ? അപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും കാലിൻ്റെ അടിയിൽ ഒരു ആണി തറച്ചാൽ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലെങ്കിൽ അല്ലാന്ന് തന്നെ പറയണം. നിങ്ങളും എൻ്റെ കൂടെ ചിന്തിക്കണം. അപ്പോൾ നമ്മളെ ഈ ഒറ്റക്ക് നമുക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ടോ? സ്വന്തമായിട്ട് എന്തോ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റുമോ? തനിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വാദമുണ്ടോ? ഞാൻ ഒറ്റക്ക് മതി, എനിക്കെല്ലാം കഴിയും എന്ന് ഒരാൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ പറ്റുന്നവർക്കോ വാദമുണ്ടോ? മനുഷ്യൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും അവയവം ഒറ്റക്ക് പ്രവർത്തിക്കുന്നുണ്ടോ? മറ്റൊന്നിൻ്റെ സഹായം ഇല്ലാണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ലോകത്ത് ഏതെങ്കിലും വസ്തു, പറയാൻ പറ്റത്തില്ല. ലോകത്തുള്ള ഏതെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടി ഒറ്റക്ക് പ്രവർത്തിക്കുന്ന ആർക്കും പറയാൻ പറ്റുമോ? എനിവേ, കറണ്ട് ഒറ്റക്ക് പ്രവർത്തിക്കുന്നവയാണോ? ആണോ? ഊർജം ഒറ്റക്ക് പ്രവർത്തിക്കുന്നതാണോ? വായു ആണോ? നിങ്ങൾ പറയുന്ന സാധനത്തിൽ എന്തെങ്കിലും ഒരു വസ്തു ഒറ്റക്ക് പ്രവർത്തിക്കുന്നുണ്ട് ആർക്കും തെളിയിക്കാൻ പറ്റും? ദാറ്റ് ഈസ് മുഹാലാണ്. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ഒറ്റക്കൊന്നിനും കഴിയില്ല. ആ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഏക വസ്തു
എന്ത് നമുക്ക് ഒന്നും ഉത്തരം ഉണ്ടാവില്ല. പക്ഷേ എല്ലാം കഴിവുള്ള ഏകനായ റബ്ബിനെ മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് അറിയാം. അത് റബ്ബിന് കഴിയും. റബ്ബ് ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ്. ഓക്കെ, ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ്. ഈ ലോകത്തുള്ള എല്ലാ സകലമാന വസ്തുക്കളും ഉപജ്ഞാതാവും സൃഷ്ടാവും റബ്ബ് തന്നെയാണ്. റബ്ബിനല്ലാണ്ട് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. റബ്ബിൻ്റെ സകല സൃഷ്ടിപ്പുകളും സകലതും റിലേറ്റഡ്. ആ റിലേറ്റഡിൽ നിന്നാണ് റിലേഷൻ വന്നത്. റിലേഷൻ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ആണും പെണ്ണും വേണം. ആണും പെണ്ണും ഉണ്ടായാൽ മാത്രം മതിയോ? അവർ തമ്മിൽ ചേരണം. അതിന് റിലേഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ഓക്കെ, കറക്റ്റ്. ചിന്തിക്കുന്നുണ്ടോ കുട്ടികളെ? അസ്ന പെരുവയൽ, നുസ്രിയെ തസ്നീനെ വിളിച്ചു വാ. ബോളെ വിളിച്ചു വാ. ഫർഹാന മനസ്സിലാവുന്നുണ്ടോ? സജന, റിഹാദ്, ഒരു സൗദ് ഉണ്ടായിരുന്നല്ലോ, ആ കുട്ടി വന്നില്ലല്ലോ. ഫസ്റ്റ് ക്ലാസ് ഒന്നും പിന്നെ തീരെ കാണുന്നില്ലല്ലോ. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ 2 ടീമുകൾ, റാലിയ കാമിലുകളുണ്ട്, റാലിയ PPTC കുട്ടികളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന വിഷയം കുടുംബജീവിതത്തിൻ്റെ ഹൈബ്രിഡ് മെത്തേഡാണ്. എന്താണ്? കുടുംബജീവിതത്തിൻ്റെ ഹൈബ്രിഡ് മെത്തേഡും REBTയുടെ ബേസും ഒന്ന് പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്ന കുട്ടികളെ? ഇതിൽ നിന്ന് ഒരാൾക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ വൽഹാസൽ, അതിൻ്റെ രത്നച്ചുരുക്കം എന്താണ്? നമുക്കൊരാൾ വേണം കൂടെ, ഇല്ലെങ്കിൽ തല അടിച്ച് മരിക്കേണ്ടി വരും. നമുക്ക് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് കൂട്ടുകുടുംബങ്ങളിൽ ബറക്കത്തേറെയാണ്. അണുകുടുംബങ്ങളാവുമ്പോൾ, അണുകുടുംബങ്ങളിൽ ചുരുങ്ങുമ്പോൾ അവിടെ സമാധാനങ്ങൾ കുറയുന്നു, തനിപ്പോറ്റി സ്വഭാവത്തിലേക്ക് വരുന്നു, മൊണോപോളി ബിഹേവിയർ ഉടലെടുക്കുന്നു. മൊണോപോളി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഞാൻ മതി, ഞാൻ എന്ന ഏകാധിപത്യ സ്വഭാവം കടന്നു വരുന്നു. വിശാല മനസ്സ് കുറയുന്നു, കാരുണ്യം കുറയുന്നു, ചിന്താശേഷി ചുരുങ്ങുന്നു. ഉദാഹരണം പറയാം, നിങ്ങൾ വിശാലമായ റൂമിൽ പോകുമ്പോൾ, വിശാലമായ റൂമിലിരുന്ന് പുസ്തകം വായിക്കുമ്പോഴുള്ള ഫീലിങ്ങും ഒരു കുടുസായ റൂമിലിരുന്ന് പുസ്തകം വായിക്കുമ്പോഴുള്ള ഫീലിങ്ങും എങ്ങനെയാണ് നിങ്ങൾ ഓർത്ത് നോക്കൂ. പ്ലീസ് തിങ്ക് ഇൻ യുവർ മൈൻഡ്. ഞാൻ മനസ്സിലോട്ട് അതൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഉദാഹരണം പറയും, രാത്രി നമ്മൾ യാത്ര ചെയ്യുന്ന AC ബസ്, കുടുസായ റൂമുണ്ടാവുക, സ്ലീപ്പർ. ആ ബസ്സിൽ കടന്നുറങ്ങി പോണതും വിശാലമായ റൂമിൽ വിശാലമായ AC സൗകര്യത്തോടെ കടന്നുറങ്ങുമ്പോൾ ഏതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുക? ലിസൺ, സി മൈ ഡിയർ റാലിയ കുട്ടികളെ, നിങ്ങളെല്ലാവരും റാലിയൻ്റെ പ്രധാനപ്പെട്ട കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ് എന്ന് പറയുന്നത് കൃത്യമായ ഷെഡ്യൂൾ ചെയ്ത് പഠിച്ച വിഷയങ്ങളെ പറഞ്ഞുതരാം. ഓക്കെ, അത് കൃത്യമായിട്ട് തിരിയാത്തവർ തിരിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പം കറക്റ്റ് ഈ പറഞ്ഞ വിഷയം മനസ്സിലുണ്ടോ? നമ്മൾ എടുക്കുന്ന പാഠം കുടുംബബന്ധങ്ങളാണ്, കുടുംബജീവിതം. അതുകൊണ്ട് ഈ ലോകത്ത് ഒരാൾക്ക് പോലും, ഒരു സൃഷ്ടിക്ക് പോലും ഇല്ലല്ല, അള്ളാഹ്ക്കല്ലാണ്ട് ഒരാൾക്ക് പോലും തനിച്ച് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ തനിച്ച് ജീവിക്കാൻ കഴിയുന്നവർ ഒരിക്കലും വിജയിച്ച് കാണില്ല. ആ തനിച്ച് ജീവിതം എപ്പോഴും നരകമാണെന്ന് തനിച്ച് ജീവിച്ചവരുടെ ചരിത്രം നോക്കിയാൽ കാണാം. അതല്ലെങ്കിൽ തനിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കുടുംബം പ്രധാനപ്പെട്ട, അതാണ് ലാ യദ്ഖുലുൽ ജന്ന കാത്തിയൂൻ എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. കുടുംബം എപ്പോഴും എന്താണ്? മൂല്യവത്തായ വസ്തുവാണ്, സംവിധാനമാണ്. ഒരു സൊസൈറ്റിയിൽ നിങ്ങൾ ഇപ്പം നമ്മളെ നാടുകളിലൊക്കെ ചില കുടുംബങ്ങളുണ്ട്, തറവാട് കുടുംബങ്ങൾ. ആ തറവാട് മഹിമ പ്രധാനപ്പെട്ടതാണ്. കുടുംബം നന്നായാൽ കുട്ടികൾ നന്നാവും. കുട്ടികൾ നന്നാവണമെങ്കിൽ കുടുംബം നന്നാവണം. കുടുംബം നന്നായാൽ സമൂഹം നന്നായി. സമൂഹം നന്നാവണമെങ്കിൽ കുടുംബം നന്നാവണം. ഇന്ന്
നമ്മുടെ നാട്ടിലൊക്കെ അണുകുടുംബങ്ങൾ കൂടി വരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് മാനസിക വിഭ്രാന്തികൾ ഏറി വരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, കുടുംബബന്ധം ചേർക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദീർഘായുസ് കൂടുന്നു, സാമ്പത്തിക വർധനവുണ്ടാകുന്നു. എങ്ങനെയാണ് ദീർഘായുസ് കൂടുന്നത്? എങ്ങനെയാണ് സമ്പത്ത് വർദ്ധിക്കുന്നത്? ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴാണ്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ കുടുംബക്കാരൊക്കെ സ്നേഹത്തോടെ ഒരുമിച്ച് കുടുംബമല്ലേ. ഇതിന് മറ്റൊരു വശങ്ങളുണ്ട്. എന്താണ് മറ്റൊരു വശം എന്ന് പറയുന്നത്? കുടുംബക്കാർ തമ്മിൽ അടികൂടി പിരിയുന്നവരുണ്ട്. ഇതിനൊക്കെ വേണ്ടത് കുടുംബ ബന്ധത്തിൻ്റെ മൂല്യങ്ങളെ തിരിച്ചറിയുന്ന ആളുകളായി തീരുക എന്നതാണ്. അപ്പോൾ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹുസ്നുൽ ഹുൽക്ക് വേണം. അപ്പോൾ ഏതൊരു കുടുംബത്തിൻ്റെയും സൈക്കോളജി പറഞ്ഞ REBT, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോടൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും ഗ്രൂപ്പിൽ. എന്താണ് REBT ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? റേഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. റേഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. ഇത് 1950കളിൽ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ ആൽബർട്ട് എല്ലീസ് ആണിത് വികസിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്? REBT, റേഷണൽ ഇമോഷണൽ ബിഹേവിയർ തെറാപ്പി. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മെ വിഷമിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രശ്നം കുടുംബ പ്രശ്നങ്ങളാണ്. ഈ കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെ സാധൂകരിക്കാമെന്നും അതിനെങ്ങനെ തരണം ചെയ്യാമെന്നും അതിനെങ്ങനെ മാനേജ് ചെയ്യാമെന്നും നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അത് പഠിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് REBT. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കണക്ട് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ. ഓക്കെ, ഇതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന സംസാരം കേൾക്കുന്നുണ്ടോ? അപ്പം കുടുംബം എന്നത് അത് ഇമ്പമുള്ളതാവേണ്ടതാണ്. ഇമ്പം ഉണ്ടാവണമെങ്കിൽ നമ്മളെന്താവണം? നമ്മൾ ഇമ്പം ആഗ്രഹിക്കുന്ന ആളുകളാവണം. എങ്ങനെ നമ്മൾ ഇമ്പം ഉണ്ടാക്കുക? നമ്മൾ വളർന്നു വരുന്ന ശിഖരങ്ങളാണ്, മരങ്ങളാണ്. ആ മരങ്ങൾ വളർന്നു വലുതായി ശിഖരങ്ങളായി ശാഖകളായി താഴെയുള്ള അതിൻ്റെ ചോട്ടിൽ വരുന്ന എല്ലാ ജീവികൾക്കും തണലുകളും ഫലങ്ങളും നൽകുന്ന മരത്തിനാണ് ആളുകൾ കൂടുതൽ ഇഷ്ടമുണ്ടാവുക. കുടുംബമായി ജീവിക്കുമ്പം പരസ്പരം തായ്മയും സ്നേഹവും ബഹുമാനവും ആദരവും പരിഗണനയും ഇവയെല്ലാം കൂടിച്ചേരുമ്പോഴാണ് നല്ല സ്നേഹമുള്ള കുടുംബം ഉണ്ടാവുക. അഹംഭാവവും അഹങ്കാരവും എടുത്തുചാട്ടവും ആർത്തിയുമെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെയാണ് ഇസ്ലാമിക മൂല്യവത്തായ അറിവിൻ്റെ ശേഖരം നമ്മളെ കയ്യിലെത്തണം. അവിടെയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസ്നുൽ ഖുൽഖിനെ എടുത്തു വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തെറാപ്പി ഇപ്പോൾ നമ്മൾ ഈ റേഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി അതാരാ കണ്ടെത്തിയത്? ആൽബർട്ട് എല്ലിസ് എന്ന ആളാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയാസപ്പെടുത്തുക. മറിച്ച് ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് നമ്മുടെ മാനസികാവസ്ഥയെ തീരുമാനിക്കുന്നത്. നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ടായി, കുടുംബപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നിങ്ങളെങ്ങനെ എടുക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സംഭവം ഉണ്ടായി. കുറേ ഭാര്യമാരല്ലേ. അപ്പോൾ ഓരോ ഭാര്യമാരോടും എന്ത് പറയൂ? ഗിഫ്റ്റ് എടുത്ത് പറയൂ, എനിക്ക് തന്ന ആരോടും പറയണ്ടെന്ന്. എനിക്ക് തന്ന ആരോടും പറയണ്ടെന്ന്. പോള് കരുതു ഓക്കെ കിട്ടിയിട്ടുണ്ടാവുന്നു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും ഇത് മറച്ചു വെക്കും. അപ്പോൾ എന്തായി? എല്ലാവർക്കും സന്തോഷമായി. മനസ്സിലാണ്ടോ? ആയിഷ അറിയാൻ പറയും എനിക്കുള്ള കേട്ടോ, ഇതാരോടും പറയണം കേട്ടോ, സന്തോഷത്തിന് തന്നിട്ടുണ്ട്. അപ്പോൾ സൈനാബീനോട് പറയും എനിക്കുള്ള ആരോടും പറയണമെന്ന് പറയൂ. അങ്ങനെ മുത്തുനബി തങ്ങൾ സൈക്കോളജിക്കലി ഹിക്മത്തോടെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ എന്താക്കിയിട്ടുള്ളത്? കൺട്രോൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ
ഈ REBTയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പറഞ്ഞത്. ഒരു ABCD മോഡലാണ് REBT പ്രധാനമായും പ്രവർത്തിക്കുന്നത്. REBT റേഷണൽ ഇമോഷണൽ ബിഹേവിയർ തെറാപ്പി. എന്താണ്? ഒന്നാമത്തേത് ആക്ടിവേറ്റിംഗ് ഇവൻറ്റ്. നമുക്ക് ചുറ്റും സംഭവിക്കുന്നൊരു കാര്യം, ആക്ടിവേറ്റിംഗ് ഇവൻറ്റ്, നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഒരു കാര്യം. ഉദാഹരണത്തിന് പരീക്ഷയിൽ പരാജയപ്പെടുക. ഇതാണ് ആക്ടിവേറ്റിംഗ് ഇവൻറ്റിന് ഉദാഹരണം. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒന്ന് ഉദാഹരണത്തിന് എന്താ? പരീക്ഷയിൽ പരാജയപ്പെടുക. രണ്ടാമത് ബിലീഫ്. ബിലീഫ് എന്ന് പറഞ്ഞാൽ ആ സംഭവത്തെക്കുറിച്ച് നമുക്കുള്ള വിശ്വാസം. ആ സംഭവത്തെക്കുറിച്ച് നമുക്കുള്ള വിശ്വാസം എന്താണ്? ഞാനൊന്നിനും പറ്റൂല, ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള ചിന്ത ഇങ്ങനെ വരിക. മൂന്നാമത്തത് കോൺസിക്വൻസ്. ആ വിശ്വാസം പോലെ ഉണ്ടാകുന്ന വികാരം അല്ലെങ്കിൽ ഫലം. ഉദാഹരണം കടുത്ത വിഷാദം അല്ലെങ്കിൽ നിരാശ. ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക. പിന്നെയോ ഈ ഇറേഷണൽ ബിലീഫസ്, ആ യുക്തിരഹിതമായ ചിന്തകൾ. പലപ്പോഴും നമ്മുടെ വിഷമങ്ങൾ കാരണം നമ്മൾ വെച്ച് പുലർത്തുന്ന തെറ്റായ ചിന്താഗതികൾ. നമുക്കിപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചൊരു തെറ്റായ ചിന്താധാരകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് ഈ ടെൻഷൻ എൻ്റെ കാരണം കൊണ്ടുണ്ടായത്, അല്ലെ എനിക്ക് ആ വിഷമം ഉണ്ടാകാൻ കാരണം ഓളാണ്, എനിക്ക് ആ ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണം ഓനാണ് എന്ന തെറ്റായ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ താളം തെറ്റിക്കും. നമ്മളെ കുടുംബബന്ധത്തെ തകർക്കും. പലപ്പോഴും നമ്മുടെ വിഷമങ്ങൾ കാരണം നമ്മൾ വെച്ച് പുലർത്തുന്ന തെറ്റായ ചിന്താഗതികളാണ്. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം തുടങ്ങിയ ചിന്തകൾ എന്താണ്? ഇതൊരു ഉദാഹരണമാണ്. എന്നിട്ടോ ഇപ്പം ഒരാൾ ബിരിയാണി വെച്ചപ്പോൾ ഫാമിലി എല്ലാ കുടുംബമുണ്ട്, കുടുംബത്തിനിടയിൽ ബിരിയാണി വെച്ചപ്പോൾ ചെറുങ്ങനെ കോളായി. അപ്പോൾ എന്താ, ഇതൊന്നിനും പറ്റൂല. അല്ലെങ്കിൽ ഇപ്പം അൻഷിതപ്പം കല്യാണം കഴിച്ച് ഭർത്താവിനെ വീട്ടിൽ പോയി, ആദ്യമായിട്ട് പോയതാണ്. അപ്പോൾ അമ്മായിമ്മ ചോറക്കാൻ പറഞ്ഞു. ചോറക്കാൻ അവൾ ബിരിയാണി വെച്ച്. അമ്മായിമ്മയൊന്നും അടുക്കളയിലല്ലോ, ഒക്കെ ചോറിനാൻ വെയിറ്റ് ചെയ്യുക. സമയം 11 മണിയായിട്ടുണ്ട്. 12 മണിക്ക് എല്ലാവരും ചോറ് വരും. അൻഷിത 10 മണിക്ക് കഴിഞ്ഞിട്ട് ചോറൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ സെറ്റാക്കി നോക്കുമ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ ചോറിൽ ഉപ്പിന് പകരം പഞ്ചസാര ഇട്ടിട്ടുണ്ടാവും. സപ്പോസ് എക്സാമ്പിളാണ്. അപ്പോൾ അൻഷിത പെട്ടെന്നാകെ ബേജാറായി, ടെൻഷനായി, ഡിപ്രസ്ഡായി. കാരണം ഭർത്താവിൻ്റെ വീട്ടിലെ ആദ്യത്തെ ദിവസമാണ്, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബിരിയാണിയാണ്, കോൺഫിഡൻറ്റ് പുറമെ ചെയ്തതാണ്. ഇതിലാണ് ഉപ്പിന് പകരം പഞ്ചസാര ഇട്ടുപോയി. ആ സമയത്ത് എന്താ ചെയ്യുക? ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അൻഷിത എന്താ ചെയ്യുക? അങ്ങനെ ആകുമ്പോൾ അൻഷിതാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ റിഹാദ് നുസ്രി ആരെന്താ ചെയ്യുക? അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? വേഗം ബിരിയാണി മറിച്ചോളൂ. എന്താ സൊല്യൂഷൻ കാണുക? ഞാൻ പറയും. മധുരം കൂടിയതല്ലേ പറഞ്ഞേ? അപ്പം ബിരിയാണിയുടെ പേരങ്ങ് മാറ്റും, മധുരമുള്ള ബിരിയാണിയാക്കും. വെരി ഗുഡ് ആയിഷ, ഗുഡ്, വെരി ഗുഡ്. ഇതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. ആയിഷ പറഞ്ഞ കറക്റ്റ് ആൻസറാണ്. മറിച്ച് അൻഷിത കേൾക്കുന്നുണ്ടോ? എടാ അവിടെയാണ് ഞാൻ പറഞ്ഞിപ്പം ഈ അൻഷിതപ്പം എന്താ ബിരിയാണി മധുരം കൂടി, ഉപ്പിന് പകരം പഞ്ചസാര ഇട്ടു. അപ്പോൾ ഹണി റൈസ് ആക്കണം, പുതിയ ഐറ്റംസ്. കാരണം അവൾക്ക് പുതിയ എന്താ അവിടെ സാഹചര്യം എന്താണ്? അവളുടെ ജീവിതത്തിലെ ഫസ്റ്റ് ചാൻസ് ആയിരുന്നു. എല്ലാവരും ബിരിയാണി ആഗ്രഹിച്ചത്. അപ്പോൾ ബിരിയാണി കൊള്ളായി, എന്തായി? ഉപ്പിന് പകരം പഞ്ചസാര ഇട്ട് പോയി. അവിടെ നമ്മൾ ചെയ്യണം, ടെൻഷൻ അടിച്ച് ബേജാറായി വെപ്രാളപ്പെടാതെ ഒരു സ്പെഷ്യൽ സർപ്രൈസാക്കി മാറ്റുന്നതാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ, സാഹചര്യങ്ങളെ സന്തോഷങ്ങളാക്കി മാറ്റുക. അതല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥകളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുക. ഒരു പക്ഷേ അമ്മായിമ്മയോട് പോയിട്ട് അമ്മ ഞാൻ ഉപ്പിന് പകരം പഞ്ചസാര ഇട്ടെന്നാണ് ചിലപ്പോൾ ഇവളെന്താ മന്ദബുദ്ധിയാണോ ചോദിക്കും, അല്ലേ? അതോടുള്ള ലൈഫ് ഏറ്റവും വലിയ എന്താ പറയുക ട്രാജഡിയാവും.
മറിച്ച് ആയിഷ പറഞ്ഞതുപോലെ അതൊരു സ്പെഷ്യൽ ബിരിയാണിക്ക് മാറ്റിയെന്തായി, റൂട്ട് മാറി. അപ്പോൾ നമ്മളെ സാഹചര്യങ്ങളെ സന്തോഷങ്ങളാക്കി മാറ്റുക, വേദനകളെ ഹാപ്പിനെസ്സുകളാക്കി മാറ്റുക, ഇതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ എനിക്ക് സങ്കടമായി, എനിക്ക് രോഗമായി, ഞാനൊന്നിനും പറ്റാത്ത ആളായി, ഇനി എന്നെ കൊണ്ടൊന്നും കഴിയൂല. എടാ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത്. നിങ്ങൾക്ക് സന്തോഷം തരാൻ നിങ്ങളെ ഉണ്ടാവുന്ന ബോധം വേണം. അതിന് അതിന് കാരണക്കാരായ കുറേ ആളുകൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങളെ ഹസ്ബൻഡ് ഉണ്ടാവും, നിങ്ങളെ കൂട്ടുകാരുണ്ടാവും, നിങ്ങളെ ഫ്രണ്ട്സുകൾ, കൂട്ടുകാർ, കുടുംബങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങളാണ് ഇതിൻ്റെ കപ്പിത്താൻ. ഏതൊരു പ്രശ്നങ്ങളെയും സൊല്യൂഷനോടെ കാണണം, പരിഹാര മനോഭാവത്തോടെ കാണണം. പരിഹാരമില്ല, എന്നും എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്, എന്നും ഞാൻ ഇങ്ങനെ തന്നെ ആവേണ്ടവളാണ്, എനിക്കിത് വിധിക്കപ്പെട്ടതാണെന്ന ചിന്ത വെച്ചുകൊണ്ട് ജീവിതം അങ്ങനെ ഗമിച്ചു പോകാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് വേണ്ടത്, ഇപ്പോൾ പാരൻറ്റിങ് ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം സംഭവിക്കാനുള്ള കാരണം തരും. ഇന്ന് കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം ഉണ്ടാവാനുള്ള കാരണം ഈ പെൺകുട്ടിക്ക് തീരെ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഐഡിയ എന്നുള്ള സംഗതി ഇന്നത്തെ ന്യൂ ജനറേഷൻ ലേഡീസിന് കുറവാണ്. അവർ ഡിപ്പെൻഡ് ലൈഫാണ്. ഡിപ്പെൻഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ രക്ഷിതാക്കൾ തന്നെ കൂടെ വേണമെന്നുള്ള ചിന്താഗതി, അത് നിങ്ങളെ വലിയ ദുരന്തത്തിലെത്തിക്കും. എടാ, നമ്മൾ എത്തിപ്പെടുന്ന ഇടങ്ങളിലെ സാഹചര്യങ്ങളെ എൻവയൺമെൻറ്റൽ സ്റ്റഡി എന്ന് പറയും. പരിതസ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ആ പരിതസ്ഥിതിയെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന പ്രക്രിയകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റണം. പിന്നെ ഇപ്പം ക്ലാസ് എടുക്കട്ടെ, നല്ല മോനാണ്. അപ്പം മനസ്സിലായി, ഉദാഹരണം മനസ്സിലാവുണ്ടോ പറഞ്ഞ് തിരിഞ്ഞിട്ടുണ്ടോ? തിരിയാത്തവർ തിരിഞ്ഞവരൊക്കെ ഒന്ന് കൈവന്തിക്ക്, തിരിഞ്ഞവരൊക്കെ ഒന്ന് കൈവന്തിക്കണം. തിരിയാത്തവരൊക്കെ ഒന്ന് ചാടി നോക്കട്ടെ. എല്ലാവർക്കും തിരിഞ്ഞു, 5 ആൾക്ക് തിരിഞ്ഞു. തിരിയാത്തവർക്ക് പറയട്ടോ, തിരിഞ്ഞില്ലെന്ന് പറയട്ടോ, പ്രശ്നമല്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്കെന്തോ എതിരഭിപ്രായം ഉണ്ടോ? ഈ പറയപ്പെട്ട വിഷയങ്ങൾ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അങ്ങനെ നല്ല ഉസ്താദെ, അതൊന്നും ശരിയല്ല എന്നുള്ള ചിന്താഗതി ഇറക്കുന്നുണ്ടോ? തോന്നി നിങ്ങളെ അഭിപ്രായം പറഞ്ഞോളൂ. അപ്പോൾ ഇറേഷണൽ ബിലീഫസ് പലപ്പോഴും നമ്മുടെ വിഷമങ്ങൾ കാരണം നമ്മൾ വെച്ച് പുലർത്തുന്ന തെറ്റായ ചിന്താഗതികളാണ്. അതാണ് ഈ ഇറേഷണൽ ബിലീഫസ് പറയുന്നത്. അത് യുക്തിരഹിതമായ ചിന്തകൾ. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുമോ? എടാ, നിങ്ങളെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിലുള്ള എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുമോ? അങ്ങനെ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വിഷമങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, അല്ലാത്തവരോട് എനിക്ക് വെറുപ്പൊന്നുമില്ല, അവരെ കൂടെ എന്നെ ഇഷ്ടപ്പെടാനുള്ള ടിപ്സുകൾ ഞാൻ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടണം. നമ്മളെ കരിപ്പിച്ചവരോട് നമ്മൾ സന്തോഷത്തോടെ ഇടപെടണം. നമ്മളോട് തെറ്റിയവർ നമ്മൾ എങ്ങനെ ഇടപെടണം? നമ്മൾ ഒരാൾ വളരെ മോശമായി ചിത്രീകരിച്ച് അവരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് മൂപ്പർക്ക് നമ്മളോടുള്ള ദേഷ്യം മാറും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വച്ചിട്ടുള്ളത്, പരസ്പരം ആരെങ്കിലും തെറ്റി നിൽക്കുമ്പോൾ ആദ്യം സലാം പറയുന്ന ആൾക്ക് നാളെ സ്വർഗത്തിലൊരു മണിമാളികയുണ്ട്. ആ മണിമാളികക്ക് അർഹൻ പരസ്പരം തെറ്റി നിൽക്കുമ്പോൾ ആദ്യം അങ്ങോട്ട് മിണ്ടാൻ പോകുന്ന ആളുകളാണ്. അതായിരുന്നു ഒരിക്കലും അലിയാർ തങ്ങളും സിദ്ദീഖ് തങ്ങളും തെറ്റിയ സമയത്ത് അലിയാർ തങ്ങളും സിദ്ദീഖ് തങ്ങളും തീരെ മിണ്ടുന്നില്ല. സിദ്ദീഖ് തങ്ങൾ ആകെ വിഷമായി, അലിയാർ തങ്ങൾക്കും വിഷമായി. പക്ഷെ എന്തുകൊണ്ട് അലിയാർ തങ്ങൾ മിണ്ടാതിരുന്നു എന്നതാണ് അവിടെ പ്രസക്തി.
സിദ്ദീഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു, നബി അലി എന്നോട് മിണ്ടുന്നില്ല, എന്താ പറ്റിയതൊന്നും എനിക്ക് ഓർമ്മയില്ല, ചെറിയ എന്തോ ഒരു പിണക്കണ്ടായതാണ്. 3 ദിവസം കഴിഞ്ഞു, അലിയാരും മിണ്ടിയില്ല. അപ്പോഴാണ് പൊന്നുമുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് ചോദിക്കുക, എന്താ അലി ഇത് പറ്റി, എന്താ വിഷയം, സിദ്ദീഖിനോട് മിണ്ടുന്നില്ല. അപ്പോൾ അലിയാർ തങ്ങൾ പറയണം, നബിയെ എനിക്കൊന്നുമില്ല, സിദ്ദീഖ് തങ്ങളോട് എനിക്കൊന്നുമില്ല. കാരണം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, പരസ്പരം തെറ്റി നിൽക്കുമ്പോൾ ആദ്യം സലാം പറയുന്നവർക്കാണ് മുത്തുനബി തങ്ങൾ ആ സ്വർഗത്തിൽ ആ കൊട്ടാരം എന്ന് പറഞ്ഞത്. അതെൻ്റെ സിദ്ദീഖിനാണ് ഏറ്റവും അറിയാൻ. കാരണം സിദ്ദീഖ് തങ്ങളല്ലേ മുത്തുനബി തങ്ങൾ ഏറ്റവും അടുത്ത ആൾ. ആ കൊട്ടാരം സിദ്ദീഖ് തങ്ങൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന് അലിയാർ തങ്ങൾ ആരോട് പറഞ്ഞു? പൊന്നുമുത്ത് മുസ്തഫ തങ്ങളോട് പറഞ്ഞു. ഓക്കെ, കൈ താത്തിയായിട്ട് എല്ലാവരും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, കുടുംബബന്ധം നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. നമ്മളെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് ഉണ്ടാവരുത്. നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവേണ്ടത് ലാ യദ്ഖുലുൽ ജന്ന കാത്തിയുൻ, ബന്ധങ്ങൾ മുറിക്കുന്നവർക്ക് സ്വർഗം ഉണ്ടാവില്ല എന്നതാണ്. രണ്ടാമത്തത്, നമ്മളെ പരിഗണന കിട്ടാത്തത് കൊണ്ട് ഒരാളും വേദനിക്കാൻ പാടില്ല. നമ്മളൊരാളെയും പരിഗണന ആഗ്രഹിക്കുകയും വേണ്ട. നിങ്ങളെന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർ എന്നെ പരിഗണിക്കണം, എനിക്ക് സ്നേഹം തരണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് വിഷമം ഉണ്ടാവുള്ളൂ. ആ ആഗ്രഹമായിട്ട് ഒഴിവാക്കുക. നമ്മളെ ഭാഗം പൂർണ്ണമായിട്ട് സക്സസ് ആക്കുക. നമ്മളെ ലോകത്തേക്ക് ചുരുങ്ങുമ്പോൾ മുൻഭാഗത്തുള്ള മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കുക. കാരുണ്യം നമ്മളെ മുൻ ഘടകമായി നിലനിർത്തുക. ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങൾ നിരന്തരം ദുഃഖിക്കുമ്പോൾ എനിക്കെല്ലാവരെയും സ്നേഹം കിട്ടണം, എന്നെല്ലാവരും ബഹുമാനിക്കണം, എന്നെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം ചിന്താഗതി നമുക്കുണ്ടാവും. നമുക്ക് പുറത്തിറങ്ങിയെടുക്കാൻ പറ്റുമോ? നിസാര കാരണം കൊണ്ട് നമുക്ക് ജീവിതം തകർന്നരിപ്പണായി പോകും. നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്, എനിക്കെൻ്റെ പൊന്നുമുത്ത് മുസ്തഫ എന്നെ ഒരിക്കലും ചതിക്കാതെ എൻ്റെ ഹബീബ് എൻ്റെ കൂടെയുണ്ട്, ആ ഹബീബിൻ്റെ തിരുസുന്നത്തുള്ള എൻ്റെ കൂടെ ഉണ്ട്. ഈ ലോകത്തുള്ള എല്ലാവരും ചതിക്കപ്പെടും, എല്ലാവരും മറ്റുള്ളവരെ കൊണ്ട് ചതിക്കപ്പെടാം. പക്ഷേ ചതിക്കാത്ത പലരാലെ കൊണ്ടും ചതിക്കപ്പെട്ട ഒരു മനുഷ്യജീവനെയും ജീവജാലങ്ങളും ചതിക്കാത്ത ഏക മനുഷ്യൻ പൊന്നുമുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബിനെ മഹബത്ത് വെക്കണം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ലയിച്ചു ചേരണം. ആ ഹബീബ് റസൂലുള്ളാഹി തങ്ങളിലേക്ക് നിങ്ങൾ ചേർത്ത് വായിക്കണം. ഹബീബ് തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാവില്ല. നിങ്ങളെ കാരണം ഒരു കുടുംബവും തകരൂല. നിങ്ങളെ കാരണം ഒരാൾ കണ്ണുനീരും വീയില്ല. നിങ്ങളെ കാരണം ഒരാൾക്കും വേദന സഹിക്കേണ്ടി വരില്ല. ഇതാണ് കുടുംബജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഫോളോ റസൂലുള്ളാഹി. രണ്ടാമത്, ചിന്താഗതി മാറ്റി യുക്തിരഹിതമായ ഇത്തരം ചിന്തകളെ തിരിച്ചറിയുകയും അവയെ യുക്തിസഹമായ റേഷണൽ ചിന്തകൾ കൊണ്ട് മാറ്റുകയും ചെയ്യുക. REBT ചെയ്യുന്നു. REBT എന്ന് പറഞ്ഞാൽ റേഷണൽ ഇമോഷണൽ ബിഹേവിയർ തെറാപ്പി. ഈ തെറാപ്പിയിലൂടെ എന്താണ്, യുക്തിരഹിതമായ ഇത്തരം ചിന്തകളെ തിരിച്ചറിയുകയും അവയെ യുക്തിസഹമായ ചിന്തകൾ കൊണ്ട് മാറ്റുകയും ചെയ്യുക. ഈ നിങ്ങളിപ്പോൾ കൂടുതൽ ആങ്സൈറ്റി, കടുത്ത ഉത്കണ്ഠ എന്ന് പറയും. ആങ്സൈറ്റിൻ്റെ മലയാളം കടുത്ത ഉത്കണ്ഠ. ഈ ഉത്കണ്ഠ കുറയ്ക്കാൻ എന്താണ് ഈ റേഷണൽ ഇമോഷണൽ ബിഹേവിയർ തെറാപ്പി നമ്മളെ സഹായിക്കും. ഈ ഡിപ്രഷൻ നിയന്ത്രിക്കാൻ എന്താക്കും, വിഷാദരോഗം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാനും REBT സഹായകമാകും. അമിതമായ ദേഷ്യങ്ങൾ കുറയ്ക്കാൻ എന്താക്കും REBT സഹായം. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും REBT സഹായകമാകും. എന്താണ് REBT? റേഷണൽ ഇമോഷണൽ ബിഹേവിയർ തെറാപ്പി. REBT ഗ്രൂപ്പിൽ ജോയിൻ ആയാലൊക്കെ കൈബന്ധിക്കും. ഇൻഷാല്ലാ REBT സ്പെഷ്യലൈസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വലിയ ഫീസുള്ള കോഴ്സ് റാലിയുള്ള കുട്ടിക്ക് 100 റുപ്യക്കാണ് കൊടുക്കുന്നത്. അടുത്ത ബാച്ചിൽ എന്തായാലും 12,000 റുപ്യൊക്കെ വാങ്ങും.
ഇപ്പോൾ 100 റുപ്യ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ വേഗം ചേർന്നോളൂ കേട്ടോ ഇൻഷാ അല്ലാഹ്. ആ 100 റുപ്യ കിട്ടി. നമ്മൾ അതിൻ്റെ മെയിൻ ആൾ റാലിയൻ്റെ സ്റ്റുഡൻസായ ഒരു റാലിയൻ്റെ ഭർത്താവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഓഫർ കിട്ടിയത്. ഓക്കെ, നിങ്ങൾക്ക് പറയുന്നത് ചോദിക്കാണ്ടോ? കുടുംബ ബന്ധങ്ങൾ എന്തോ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ചോദിക്കാം, ഒരു 2 മിനിറ്റ്. ചോദ്യം ആർക്കുമില്ല? ഹലോ ഉസ്താദ്, ചോദിക്കട്ടെ? നമ്മളിപ്പോ ഒരാളോട് മിണ്ടായിരിക്കുമ്പോഴേ ഫസ്റ്റ് അയാളോട് ഇപ്പൊ സലാം പറഞ്ഞിട്ട് അയാൾ മിണ്ടിയില്ലെങ്കിലോ? നമ്മളെ ഭാഗം ക്ലിയർ ആക്കുന്ന മീൻസ് നമ്മളൊരാളെ തൊക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ തെറ്റിക്കുന്ന ആളെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സലാം പറയും. അവർ നമ്മളെ മുമ്പിൽ വരുമ്പോൾ അസ്സലാമു അലൈക്കും റാഹത്തല്ലേ, അവർ മൈൻഡ് വെച്ചില്ലെങ്കിൽ സലാം പറയും. കാരണം സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധമാണ്. അവർ മടക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരല്ല. അപ്പം നമ്മൾ നിരന്തരം അത് ആവർത്തിക്കുക, തക്രാർ ചെയ്യുക എന്നാണ് കിതാബിലൊക്കെ പറയുന്നത്. ഇനി അടുത്തത്, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, ഓ സത്യവിശ്വാസികളെ, ഓ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മനുഷ്യരെ എന്നാണ്. തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. സൂറത്തു നിസായിൽ പറഞ്ഞ ആയത്താണത്. മനുഷ്യരെ, നിങ്ങൾ ഒരാത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ നിങ്ങൾ ഇണയെ സൃഷ്ടിച്ച് അതിൽ രണ്ടിൽ നിന്നുമായി ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും ഭൂമിയിൽ പരത്തുകയും ചെയ്ത നിങ്ങളുടെ രക്ഷിതാവിനാണ്. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ എന്തൊക്കെ സൂക്ഷിക്കുക എന്നാവും. മനസ്സിലായോ? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യന്മാരെ ഏറ്റവും ഉത്കൃഷ്ടമായി സൃഷ്ടിച്ചു. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്. തെറിച്ചു വീഴുന്ന ജലത്തുള്ളി, ബീജം, വെള്ളം കൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ചു. സ്ത്രീയുടെ മാരടത്തിനടിയിൽ നിന്നും പുരുഷൻ്റെ മുതുകിൽ നിന്നും വരുന്ന ബീജങ്ങളാണ് മനുഷ്യകുലത്തിന് നമ്മളൊക്കെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലെ ഘടകം. മനസ്സിലാണ്ടോ? അപ്പം നിങ്ങളെ ഒരാത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് അതിൻ്റെ ഇണയെ സൃഷ്ടിച്ച് അവ രണ്ടിൽ നിന്നുമായി ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും ഭൂമിയിൽ പരത്തുകയും ചെയ്ത് നിങ്ങൾ രക്ഷിതാവിനെ നിങ്ങൾ എന്താക്കുക? സൂക്ഷിക്കുക. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയിൽ നിന്ന് മനുഷ്യനെല്ലാവരെയും ഹവ്വാ ബീവിനെ സൃഷ്ടിച്ചു. പിന്നെയോ ഹവ്വാ ബീവിയും ആദം നബിയും തമ്മിൽ റിലേഷനായിട്ട് അങ്ങനെ മക്കളാണ് നമ്മളൊക്കെ ആ പരമ്പരയാണ്. അതിൽ ചില വിഭാഗം ദീൻ മറന്നുപോയി, അള്ളാഹിനെ മറന്നുപോയി, അങ്ങനെ കാഫിരീങ്ങളായി പല രീതിയിൽ വളർന്ന് ആദം നബിയുടെ മക്കൾ പല വിഭാഗങ്ങളായി. അതിലവസാനം നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമുദായത്തിൽപ്പെട്ട ആളുകളായി നമ്മളൊക്കെ ഇന്നുണ്ട്. മുത്തുനബി തങ്ങളെ നൂറിനെ അല്ലാഹു തആല ആദം നബിക്ക് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ വമിനൽ അൻആമി അസ്വാജ. നിങ്ങളുടെ വർഗത്തിൽ നിന്നു തന്നെ അവൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. നാൽക്കാലികളിലും ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്ക് പെണ്ണുങ്ങളെ മനുഷ്യന്മാർക്ക് ഇണകളായിട്ട് ആടിനെ കെട്ടാൻ പറ്റുമോ? പോത്തിനെ കെട്ടാൻ പറ്റുമോ? ഇല്ല. ജഅല ലക്കും മിൻ അൻഫുസികും എന്താണ്? അസ്വാജ. നിങ്ങളുടെ വർഗത്തിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഞാൻ ഇണകളെ സൃഷ്ടിച്ചു. വമിനൽ അൻആമി അസ്വാജ. നാൽക്കാലികളിലും ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ജീവികളിലും മറ്റു ജീവികളൊക്കെ കല്യാണം കഴിക്കാറുണ്ട്.
ആടിന് കല്യാണമുണ്ട്, പോത്തിന് കല്യാണമുണ്ട്, കെട്ടിയോളുണ്ട്. അത് സൂറത്തു ഷൂറ 11-ാമത്തെ ആയത്ത് കാണാം. وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى. ഉപരിഭാഗത്ത് നിന്ന് നാം മായ വർഷിപ്പിക്കുകയും വൻസല മിന സമായി മാഅൻ ഫഅഖ്റജ്ന ബിഹി, ഉപരിഭാഗത്ത് നിന്ന് നാം മായ വർഷിപ്പിക്കുകയും അതിലൂടെ വിവിധയിനം സസ്യങ്ങളിൽ നിന്നുള്ള ഇണകളെ നാം എന്താക്കുകയും മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്തു ത്വാഹയിൽ 53-ാമത്തെ ആയത്ത്. وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى. എന്താണ് ഉപരിഭാഗത്ത് തന്നെ ഭൂമിൻ്റെ ഉപരിഭാഗം, അവിടെ നാം ഉണ്ടാക്കുന്നു മായ പെയ്യിപ്പിക്കുന്നു, മായ വർഷിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അതിലൂടെ വിവിധ ഇനം ഫഖ്റജ്നാ ബിഹി അസ്വാജൻ മിൻ നബാത്തിൻ ശത്താ, അതിലൂടെ വിവിധ ഇനം സസ്യങ്ങളിൽ നിന്നുള്ള ഇനകളെ നാം എന്താക്കിയിരിക്കുന്നു, മുളപ്പിച്ചിരിക്കുന്നു. വമിൻ കുല്ലി സമറാത്തിൻ ജഅല ഫീഹാ സൗജൈനി ഇസ്നതൈൻ, വമിൻ കുല്ലി സമറാത്തിൻ ജഅല ഫീഹാ സൗജൈനി ഇസ്നൈൻ. എല്ലാത്തരം പഴങ്ങളെയും ഈ രണ്ട് ഇണകളായി സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹുവാണ്. എല്ലാ പഴങ്ങൾക്കും തന്നെ ഇണകളുണ്ട്. ഭാര്യയും ഭർത്താവും കരുതി ഇങ്ങനെ മാത്രമുള്ളതെന്ന് നല്ല കഥ. എന്താ മനുഷ്യന്മാരങ്ങളുടെ അവസ്ഥ? എല്ലാവർക്കും ഉണ്ട് ഭാര്യയും ഭർത്താവും. പക്ഷികൾക്കുണ്ട്, സസ്യങ്ങൾക്കുണ്ട്, അള്ളാൻ്റെ എല്ലാ സൃഷ്ടിപ്പിനുണ്ടെന്ന് അപ്പം മനസ്സിലാവുന്നത്. ജീവികൾക്കുണ്ട്. ആഴ്ചക്ക് മാത്രമേ കെട്ടിയുള്ളൂ എന്നാ. ആ ജാടം വേണ്ട ആർക്കും കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. ശൈല തീർന്നോ? ആ, നിങ്ങൾ കെട്ടിയന്മാരെ ഫോട്ടോ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ആടിനും പൂച്ചക്കും വെക്കാൻ അറിയിട്ടില്ല. അവർക്ക് അതിനെക്കുറിച്ചുള്ള ഐഡിയ ലൈറ്റാണ്. ومن كل شيء خلقنا الزوجين لعلكم تذكرون. എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ട് ഇണകളെ നാം എന്താക്കിയിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. ومن كل شيء, അപ്പോൾ خلقنا الزوجين لعلكم تذكرون. അപ്പോൾ എന്താണ് മക്കളെ, എല്ലാ വസ്തുക്കൾക്കും ഭാര്യയും ഭർത്താവുമുണ്ട്. തിമിംഗലത്തിനൊക്കെ ഉണ്ട് ഭാര്യയും ഭർത്താവും, മത്സ്യങ്ങൾക്കുണ്ട്, ഫിഷുകൾക്കൊക്കെ ഉണ്ട്. വെറും തിമിംഗലത്തിന് മാത്രമല്ല, മത്തിക്കുണ്ട്, അയിലക്കുണ്ട്, എല്ലാത്തരം ജീവികൾക്കും. വമിൻ കുല്ലി ഷൈഇൻ എന്നാ ഖുർആൻ പറഞ്ഞത്. സുഹൈൽ ഉസ്താദ് തള്ളുന്നതല്ല. സൂറത്തു ദാരിയാത്തിൽ 51-49 ആയത്ത് കാണാം. വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈൻ ലഅല്ലകും തദക്കറൂൻ. അപ്പോൾ നിങ്ങളൊക്കെ കല്യാണം കഴിച്ചോളി. എല്ലാവർക്കും ഒന്നുണ്ട്, ഇണകളുണ്ട്. എവിടെ ഉള്ളത് പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ചിന്ത ഉണ്ട് ഇപ്പോഴത്തെ കുട്ടിക്ക്. എന്ത്, എനിക്ക് മാച്ചായത് തന്നെ വേണം, എനിക്ക് മാച്ചായത് തന്നെ വേണം. എന്നിട്ട് ഇങ്ങനെ വെച്ച് നോക്കൂ. അങ്ങനെ മാച്ചായത് കിട്ടൂല. കാരണം ഈ ലോകത്ത് ഒരൊറ്റ മനുഷ്യനെയും ഒരേപോലെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല കുട്ടികളെ. ഒരേ സ്വഭാവമുള്ള ആരും ഈ ലോകത്തില്ല, ഒരേ ചിന്തയുള്ള ആരും ഈ ലോകത്തില്ല, ഒരേ വിശ്വാസമുള്ള ആളുകൾ ഈ ലോകത്തുണ്ട്, ഒരേ നിറമുള്ള ആളുകളുണ്ട്. എങ്കിലും ഒരേപോലെയുള്ള ആളുകളില്ല കേട്ടോ. ഒരേപോലെ തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ആളുകളും ആളുണ്ടാവുമെങ്കിലും അവരും ഒരേപോലെയല്ല. ഇരട്ട മക്കളാണെങ്കിൽ പോലും ചില മാറ്റങ്ങളുണ്ടാവില്ലേ? അവരുടെ ഫിംഗർ പ്രിൻ്റുകളൊക്കെ വേറെ വേറെയാണ്. അല്ലാഹു തആല എത്ര വലിയ മഹാനാണ്. അള്ളാഹിൻ്റെ സൃഷ്ടിപ്പ് എത്ര വലിയ അജായിബാണ്. അള്ളാഹിൻ്റെ സൃഷ്ടിപ്പ് എത്ര വലിയ അത്ഭുതങ്ങളാണ്. ആ റബ്ബ് നമ്മളെത്ര ധിക്കരിച്ചു ജീവിക്കുന്നു. പ്രിയപ്പെട്ട റാലികളെ, അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് നമ്മളെ സംരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതം നല്ല സുന്ദരമാവണമെങ്കിൽ വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്ന സൗജൈനി ലഅല്ലകും തദക്കറൂൻ. എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. എന്തിന്? ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചു. എന്തിന്? ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാണ്ട് വെറുതെ കാണാൻ വേണ്ടിയല്ല, സീൻ കാണാൻ വേണ്ടിയല്ല.
സീന് കാണാൻ വേണ്ടിയില്ല, ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിങ്ങനെ റോഡ് കൂടെ പോകുമ്പോൾ ചിലപ്പോൾ നായകൾ നമ്മൾ റോഡ് വന്ന് ചിലപ്പോൾ കളി ഉണ്ടാവും, അത് കണ്ട് ട്രോളാൻ നിൽക്കണ്ട. അതുപോലെ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ കോലവും മാറി പരസ്യമായിട്ട് വ്യഭിചരിക്കുന്ന മനുഷ്യന്മാർ വന്നു. ഇന്ന് കേരളത്തിൻ്റെ പല തെരുവിലൂടെ സഞ്ചരിക്കാൻ പറ്റൂല. കാരണം അള്ളാഹുവിൻ്റെ ദീൻ മറന്ന ആളുകൾ ജീവിക്കാൻ തുടങ്ങി. അള്ളാഹ് കാത്തിരി ചെയ്യട്ടെ. വിശേഷ ബുദ്ധി എന്ന മഹത്ത അനുഗ്രഹം നൽകി അള്ളാഹു ആദരിച്ചത് ആരെയാണ്? മനുഷ്യരെയാണ്. എന്താണ് മനുഷ്യനെയും മറ്റു ജീവികളെയും മാറ്റം പറഞ്ഞ? എന്താ മാറ്റം? വിവേകബുദ്ധി. പിന്നെ പറ. തിരിച്ചറിവുണ്ട്. പിന്നെ ഹസ്ന പറി, പെരുവയൽ, റിഹാന, മര്യാദ. റിഹാന നാടെവിടെ? തിരുവനന്തപുരം. റിഹാന മനാഫ്. മര്യാദ ഈ പോത്തും കുട്ടിക്കുണ്ടല്ലോ, ഇങ്ങോട്ട് വാ ആനയെന്ന് പറഞ്ഞാൽ ആന അങ്ങോട്ട് വരൂ. പോത്തും ചിലപ്പോൾ വരും, കോയും വരും, ബെ 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 കോയി വരും. പിന്നെ ഈ തമിഴ്നാട് നൂർജാനൊന്നും ഉണ്ടല്ലോ, എന്താ ആസ്യ? ഈ നൂർജാനൊന്നും മജ്ലിസിലെ പഠിച്ചോനെ, ക്ലാസ് കേൾക്കൂല. എങ്ങനെയാണെങ്കിൽ മുളങ്ങിയ സൂഫിയത്തേക്കോ പച്ചസാൾട്ട് നടന്നോ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓരോ റൂം ഏർപാട് ചെയ്യാൻ കൊണ്ടാണ് അടുത്താണ്ട് നല്ല ഒച്ചപ്പാടായി ഫുള്ള് പരിപാടിക്കും. എന്തായാലും നമ്മളെ ദുആ ചെയ്യാൻ അങ്ങ് വേണ്ടിയിട്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ്. സുഹൈർ എന്താ മനസ്സിലായോ? ആ എന്താണ് വേറെ? ഞാൻ മുമ്പ് പറഞ്ഞിട്ട് വിഷയം പറഞ്ഞില്ല. എന്താണ് വേറെ സംഗതി? മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വേറൊരു കാര്യമുണ്ട്. എന്താണ് ശാല? എന്താണ്? ബുദ്ധിയല്ല. ബുദ്ധി ഇപ്പം കുറേ ജീവിക്കും ബുദ്ധി ഉണ്ടല്ലോ ചിലപ്പോൾ. ബുദ്ധിയല്ല സുഹൈറ, വേറെ അത് പറയാൻ ആർക്കും അറിയില്ല. മനുഷ്യര് പ്രസവിക്കുമ്പോ അവർക്കൊന്നും അറിയാത്താണ്. അതല്ല, പ്രസവിക്കുമ്പോ അവർക്ക് നടക്കാനൊക്കെ അവർക്കറിയാം. സ്വന്തം തീറ്റ തേടാനൊക്കെ വേഗമാവും. അതല്ല അത് ചിലപ്പോൾ ചില മനുഷ്യന്മാർ ആഴ്ചയൊക്കെ ചെറുപ്പത്തിൽ ജനിക്കുകയും ചോറുന്നീ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചില മനുഷ്യന്മാർക്ക് സ്വഭാവം ഉണ്ടാവാറുണ്ട്. ചില കുട്ടികളെ പ്രസവിച്ചോ അങ്ങനെ ഉണ്ടാവും സംഭവം. മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അവൻ പോത്തും ചിന്തിക്കില്ല ചിലപ്പോൾ. പോത്തിനെ ചിന്ത ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ പോത്തിന് വെള്ളം കുടിക്കാമ്പോൾ വെള്ളം കുടിക്കുന്ന ചിന്ത വന്നിട്ടല്ലേ? വെള്ളം കുടിക്കാൻ ചിന്ത പോത്ത് വെള്ളം കുടിക്കുന്നു, പുല്ലുന്ന ചിന്ത പുല്ല് തിന്നുന്നു, കുത്താൻ തോന്നുമ്പോൾ കുത്തുന്നു. അതൊന്നും അല്ല. സംസാരിക്കാൻ കഴിയും, മൃഗങ്ങൾക്ക് കഴിയില്ല. അതൊന്നുമല്ല. മനുഷ്യന്മാർക്ക് മറയുണ്ട്, ജീവികൾക്ക് മറയില്ല. അതാണോ? അതൊന്നും അല്ല മക്കളെ. എന്താണ് ചെയ്യ മൗലായ സൊല്ലി ഇടക്കിടക്ക് ആട് രണ്ട് കാലം നടക്കാറുണ്ട് പ്ലാവ് കയറാൻ വേണ്ടിയിട്ട്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എല്ലാവരും തോറ്റു. എല്ലാവരും എൻ്റെ മോളെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഒന്നുമല്ല. കഴിഞ്ഞോ? തോറ്റില്ലേ? ഞാൻ പറയട്ടെ. നുസ്രിബാന് പറയും തോറ്റില്ലാന്നോ? തോറ്റിനും തയ്യാറല്ലേ മിസിരിയ? ഞാൻ മോർണിംഗ് ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, രാവിലത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്. ഐഷിൻ്റെ റബ്ബേ പറഞ്ഞാൽ ഇപ്പം എന്താ തരുക അറിയോ? ക്ലൂ തരില്ല. ക്ലൂ ഇല്ല. ഞാൻ മോർണിംഗ് ക്ലാസ്സിൽ ആസി ഉറങ്ങി ദിവസാ പറഞ്ഞ്. ആർക്കും പറയോ? ശേല റാലിയ മോശാട്ടോ. റാലിയെ പഠിച്ച മൃഗങ്ങൾക്കില്ലല്ലോ. അക്ക വിവേകത്തിന്റെ മലയാളം എന്താ? വിവേകമുള്ള മൃഗങ്ങളുണ്ട് മോളെ. തത്തമ്മ കള്ളം വന്ന തത്തമ്മയെ പൂച്ച കള്ളം കള്ളന്ന് കുളിച്ചു. തത്തമ്മ പറയും നായി കള്ളം വന്നാൽ കൊരുക്കൂ. അങ്ങനെ വിവേകം തന്നെ. വേറെ സംഗതി ഉണ്ട്. പറയോ തോറ്റോ മക്കളെ, തോറ്റോ? മൃഗത്തിന് ചിന്തിക്കാൻ പറ്റത്തില്ല, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാതാണ്. ചിന്തിക്കാൻ കഴിയില്ല, വെറുതെ പറയാം. മൃഗം ചിന്തിക്കുകയൊക്കെ ചെയ്യൂ. കാലം മാറി.
പോയി നോക്ക്. ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ മൃഗശാല പോയപ്പോൾ കണ്ടത് ഫിദുവിനെ കണ്ടപ്പോൾ കടുവ ഇങ്ങനെ കൊരക്കണം, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. അതിന് ചിന്ത വന്നാൽ അവളെ കണ്ടപ്പോൾ തിന്നാൻ പൂതിയായിട്ട്. അല്ലാ, തോറ്റോ മക്കളെ? തോറ്റില്ലേ? മിസ്രിയ ഞാൻ പറയട്ടെ, ഉത്തരം പറയട്ടെ. എല്ലാവരും തോറ്റ് സമ്മതിക്ക്. തോറ്റോ? അയ്യോ, നിങ്ങളൊക്കെ മക്കളെ ക്രിയേറ്റിവിറ്റിയാണ് മനുഷ്യന് മറ്റു ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ഒരു കിലോ മൈദ കൊടുത്താൽ ഞാൻ പറയട്ടെ 1 കിലോ മൈദ കൊടുത്താൽ പുലി അത് പോരാട്ടാക്കൂല, മനുഷ്യൻ പോരാട്ടാക്കി തരും, ചപ്പാത്തിയാക്കി തരും. ഇതാണ് മനുഷ്യനെയും മറ്റു ചെയ്യും വ്യത്യസ്തനാക്കുന്നത്. നീ മറക്കരുത് ഒരിക്കലും കേട്ടോ. ക്രിയേറ്റിവിറ്റി എന്നാൽ നൈസർഗികമായ കഴിവുകൾ മനുഷ്യന് മാത്രമേ ഉണ്ടാവും. ഇതിനെ എത്ര വട്ടം പറഞ്ഞത് നമുക്ക് കുട്ടികളെ? പല സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പോൾ ഉദാഹരണം, ശേലക്ക് 1 കിലോ ആട്ടപ്പൊതി കൊടുത്താൽ ആട്ടം എന്തൊക്കെ ഉണ്ടാക്കിത്തരും. പായം കൊടുത്താൽ പായമ്പൊരി ഉണ്ടാക്കും. കോഴിമുട്ട ഓംലേറ്റ് ആക്കി തരും. പൂച്ച ഓംലേറ്റ് ആക്കുമോ? പോത്ത് ഓംലേറ്റ് ആക്കും ഇല്ലല്ലോ. പൂച്ച ഇതൊക്കെ കോഴിമുട്ട ഒറ്റ തിന്നും, മൈദ തിന്നും. ഒക്കെ തിന്നാനുള്ള സാധനം തിരിയും. അല്ലാണ്ട് ഇതുകൊണ്ട് എന്തൊക്കെ ഗുണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അറിയില്ല. കമ്പ്യൂട്ടറിന് കഴിയില്ല, ഒന്നിനും കഴിയില്ല. അത് മനുഷ്യന് മാത്രമാണ് ക്രിയേറ്റിവിറ്റി. ഇതാണ് മനുഷ്യനെ മറ്റുള്ളവർ വ്യത്യസ്തനാക്കുന്നത്. ബുദ്ധിയൊക്കെ ചിലപ്പം അവരുടേതായ ബുദ്ധി അവർക്കുണ്ടാവും. ആ ബുദ്ധിയുള്ളതുകൊണ്ടല്ലേ നായി ഏറ് കിട്ടുമ്പോൾ ഓടുന്ന ചെറിയ ബുദ്ധികളുണ്ട്. ഏറ് കിട്ടിയാൽ ഇവിടെ നിന്ന് നമ്മളെ തല പൊട്ടുന്ന പേടിച്ച് നായി ഓടുന്നത്. ഇല്ലെങ്കിൽ ചിന്തിച്ച് നോക്കി, റോഡുമേലൊക്കെ എത്ര നായി ചത്തെടുക്കുന്നുണ്ടാവും. വണ്ടി വരുമ്പോൾ ഓടണമെന്ന ബുദ്ധി നായിക്കുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇനി മേലാലും മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരും. നിങ്ങൾ ചിന്തിച്ചോ, ചോദ്യത്തിന് മറുപടി പോലും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. കൊടുവള്ളിക്കാരെ പറയും ഈറ്റാ പൈസക്ക് ഈറ്റാ മുട്ടായിന്ന്. ഈ ശേലനാട്ടവർ ശാല. അപ്പം ഈ ക്രിയേറ്റിവിറ്റിയാണ് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. മനസ്സിലായോ? ഇനി മറക്കോ? എന്തൊക്കെ ഉത്തരങ്ങളാണ് വരുന്നത്. അതിനിടെ താനൂരുള്ള മിസ്രിയെ തോറ്റിരുന്നില്ല. പറയണ്ട ഉസ്താദ്. വൈക്കണമേ തിന്നില്ലേ? മാഷാ അല്ലാ. ഇനി നിങ്ങൾ മറക്കരുത്. ഇനി ജീവിതത്തിൽ നിങ്ങൾ ക്രിയേറ്റിവിറ്റി മറക്കാൻ പാടില്ല. ക്രിയേറ്റിവിറ്റിന് മലയാളം എന്താണ്? മലയാളം പറയും നൈസർഗികമായ കഴിവുകൾ. ഇപ്പോൾ ഉദാഹരണം, പാട്ട് പാടാൻ മനുഷ്യന് കഴിയൂലേ? പാട്ട് പാടാൻ മൃഗങ്ങൾക്ക് കഴിയും. തത്തമ്മ പാട്ടൊക്കെ പാടും. പക്ഷെ പാട്ട് ഉണ്ടാക്കാൻ മൃഗങ്ങൾക്ക് കഴിയൂല. ചിന്തിച്ച് പാട്ടുണ്ടാക്കാനോ കഴിയില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു മാറ്റർ മറക്കരുത്. ഇതാണ് മനുഷ്യൻ അല്ലാഹു തആല എന്താക്കിയത്? വിശേഷ ബുദ്ധി എന്ന മഹത്ത അനുഗ്രഹം അല്ലാഹു തആല മനുഷ്യൻ നൽകി അനുഗ്രഹിച്ചു. ബുദ്ധിയല്ല. ഷഹല, നുസ്രി, റെഹാന, ബുദ്ധിയല്ല മനുഷ്യന്, വിശേഷ ബുദ്ധിയാണ് മനുഷ്യൻ അല്ലാഹു നൽകിയത്. ആ വിശേഷ ബുദ്ധിയുടെ ഭാഗമാണെന്ത്? ക്രിയേറ്റിവിറ്റി. മനുഷ്യൻ്റെ ബുദ്ധി ഇങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കും. മൃഗങ്ങളെ ബുദ്ധി വികസിക്കുമോ? അല്ല, മൃഗത്തിൻ്റെ ബുദ്ധിക്ക് അത് വേറെ ക്രിയേറ്റിവിറ്റി വേറെ തന്നെ. ആസിയ വ്യക്തമായിട്ട് പറയണം. ക്രിയേറ്റിവിറ്റി തിരിയും. ഇല്ലാണ്ട് വിശേഷ ബുദ്ധി എന്നപ്പോൾ എന്താ തിരിയോ? ഇല്ല. അതിനാ നേരത്തെ ഖുർആൻ്റെ തഫ്സീർ വന്നാൽ വിശേഷ ബുദ്ധി ഖുർആൻ തഫ്സീർ. പക്ഷേ ക്രിയേറ്റിവിറ്റിയാണ് മനുഷ്യൻ എന്താക്കുന്നത്? ക്രിയേറ്റിവിറ്റി പറഞ്ഞാൽ എന്താണ്? വിശേഷ ബുദ്ധി എന്ന് പറയാൻ പറ്റൂല. എന്നെ വിശേഷ ബുദ്ധി വേറെ തന്നെ. വിശേഷ ബുദ്ധി പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധി വളർന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ പ്രവർത്തിക്കുന്തോറും വളർന്നുകൊണ്ടിരിക്കും. ചിന്ത ദിശകൾ മാറും. ജീവിൻ്റെ ബുദ്ധി വളരൂല. അങ്ങനെ തന്നെ ഉണ്ടാവും. അത് തിന്നാനും തോന്നും, ഓടണം തോന്നും. അങ്ങനത്തെ ചിന്തകളെ ഉണ്ടാവും. സ്ഥിരമായില്ല, ഫിക്സ്ഡ് ആണ്. മറ്റേ ഫിക്സ്ഡ് അല്ല. ഇനി നാൾ ഉരുളാൻ നിൽക്കണ്ട കേട്ടോ. അല്ലോ. അപ്പം വിശേഷബുദ്ധി എന്ന മഹത്ത അനുഗ്രഹം നൽകി അള്ളാഹു ആദരിച്ച മനുഷ്യരുടെ വംശ വളർച്ചക്കും വർഗ നിലനിൽപ്പിനും ഇണചേരൽ അനിവാര്യമാണ്. എന്താണ്? ഇണചേരൽ അനിവാര്യമാണ്. ഒരിഷ്ടപ്പെട്ട ഇണയെ തിരഞ്ഞെടുക്കൽ പുരുഷനും സ്ത്രീക്കും ഇസ്ലാം എന്താക്കി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നല്ല ഇണയുടെ സവിശേഷ ഗുണങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പെണ്ണിനെ കെട്ടേണ്ടതെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പുരുഷനെ കെട്ടേണ്ടതെന്നും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതിപ്പം പറയാൻ സമയമുണ്ടോ? കേൾക്കാൻ നേരമുണ്ടോ? അടുത്ത ക്ലാസ്സൊക്കെ ചോറുന്ന ടൈമേ എല്ലാവർക്കും അല്ലേ? അടുത്ത ക്ലാസ് പറയല്ലേ നീ? പോരെ? അള്ളാഹു ഇന്നലെ
അടുത്ത ക്ലാസ്സിൽ മതിയോ അല്ല ഇപ്പം പറയണം എന്താ പറയുന്നത് കുറേ ഒക്കെ ലൈക്ക് ഇമോജി ഇടുമ്പോൾ മക്കളെ എന്തൊക്കെ ലൈക്ക് എന്തൊക്കെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാ മതി. ആയിക്കോട്ടെ. ചിലർക്ക് ഇമോജി ഇടുമ്പോൾ ത്രില്ല വെടി വെക്കുമ്പോലാ വെച്ചൂടാ എന്തൊക്കെ വെക്കും എന്താ വെക്കേണ്ടി ഒരു ഐഡിയ അപ്പോൾ വെച്ചുകൂടയ്യ മിസൈൽ വിടുമ്പോഴേ ഈ മറ്റേ നിക്ഷേപണം അറിയാത്തൊക്കെ എടുത്ത് വിടുമ്പോല ഇമോജി ഇടുമ്പോൾ എന്തൊക്കെ ഇൻഷാല്ലാ ആയിക്കോട്ടെ. അള്ള ബർക്കത്ത് ഇൻഷാ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ഇടട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, ഇൻഷാ അള്ളാഹു സ്വീകരിക്കട്ടെ.